ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറ്റണം. നല്ല മഴ ആമൻ ഞങ്ങളുടെ ദേശത്തിൽ ആമൻ തന്ന് ആമൻ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആമൻ ഹല്ലേലൂയ. മീറ്റിങ്ങിന് ആമൻ സ്തോത്രം കാലാവസ്ഥകൾ തുടർന്ന് ആമൻ യാതൊരു തടസ്സമില്ലാതിരിപ്പാൻ കർത്താവാം ദൈവം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ ഹല്ലേലൂയ. ദൈവം ചെയ്യാൻ പോകുന്ന എല്ലാ നന്മകൾക്കായി അതിശയങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശബ്ദം വെളിച്ചം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ നാഥ. ആമേൻ. മ്യൂസിക് വായിക്കുന്നവർ, ആമേൻ പാട്ട് പാടുന്നവർ, ആമേൻ ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വചനമായി ആമേൻ എഴുന്നേറ്റ് നിൽക്കുവാൻ ആമേൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ട പാസ്റ്റർ അജി ആന്റണി അവർക്കായി സ്തോത്രം. കർത്താവേ എൻ്റെ ദൈവം, അത്ഭുതമായ ദൈവം എഴുന്നേൽക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതല്ലോ. ഹല്ലേലൂയ. ആ വചനം ഞങ്ങളുടെ ദേശത്തിന്, സഭയ്ക്ക്, അവൻ ഇവിടെ കൂടി വരുന്ന ഓരോ ദൈവജനത്തിനും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ ഞങ്ങളുടെ അവൻ സ്തോത്രം കൃപാസംഘങ്ങളുടെ അവൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ പാസ്റ്റർമാർക്കായി അവൻ പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അതാ എൻ്റെ ദൈവം വലിയവൻ, വൻ കാര്യം ഇന്നും അവൻ ഈ വൈകുന്നേരം ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ തടസ്സങ്ങളെ മാറ്റി ജനങ്ങളെല്ലാവരെയും തക്ക സമയങ്ങളിൽ കൂട്ടിച്ചേർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. തുടക്കം മുതൽ അവസാന സമയം വരേക്കും കർത്താവേ നിന്റെ അത്ഭുതമായ കരം അവൻ ഈ ആമേൻ ഗ്രൗണ്ടിൽ അവൻ നീട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലയേറിയ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ താഴ്മയോട് ചോദിക്കുമ്പോൾ കൃപയായി കേൾക്കുമാറാകണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. തുടർന്ന് പാസ്റ്റർ പ്രിനോ ജോസ് അവർ തുടർന്ന് പാട്ട് പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. അതിനുശേഷം ആമേൻ സിസ്റ്റർ സോസാം അവർ തുടർന്ന് പാടുന്നതായിരിക്കും. അതിനുശേഷം ആരാധനകളെല്ലാം ആമേൻ പാസ്റ്റർ ജാക്കബ് ജി പോൾ അവർ നടത്തുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ മഹായോഗങ്ങളുടെ ഈ രാത്രിയിൽ ഒരുമിച്ച് ഈ ദേശത്ത് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തെ ഉയർത്തി പാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ നല്ലവരായ ദൈവമക്കളെയും ഈ മീറ്റിങ്ങുകളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇന്ന് രാത്രിയിലും ദൈവ സാന്നിധ്യത്തോടടുത്ത് ചെല്ലുകയാണ്. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് സ്തുതികൾക്കും സ്തോത്രങ്ങൾക്കുമൊക്കെ യോഗ്യനായ ദൈവമാണ്. ആരാധനകൾക്ക് യോഗ്യനായ ദൈവമാണ്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ മേലിരിക്കും. എന്നെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ശത്രുവിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന യേശുവിൻ്റെ നാമത്തെ എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും. അതായിരിക്കട്ടെ നമ്മുടെ ഉള്ളങ്ങളിലും ഇന്ന് രാത്രി അത് നിറയട്ടെ. ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാം, ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുന്നു, കർത്താവിനെ സ്തുതിക്കുന്ന മനോഹരമായൊരു ഗാനം ചേർന്ന് പാടി കർത്താവിനെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. സ്തുതിക്കും എൻ പരൻ തിരുമനസുതൻ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരൻ തിരുമനസുതൻ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും.
ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാരിൽ തന്നൻപിന് തുല്യമില്ലൊന്നും ഞാനെന്ന് സ്തുതിക്കും എൻ പരനെ തിരുമനസുതൻ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്ന് സ്തുതിക്കും. രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം, നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൻ പാദസേവയതൻ അഭിമാനം ഞാനെന്ന് സ്തുതിക്കും എൻ പരൻ തിരുമനസുതൻ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്ന് സ്തുതിക്കും. നാവുകളാലും 10,000 വാക്കുകളാലും, 1000 നാവുകളാലും 10,000 വാക്കുകളാലും, ആദിയ സ്നേഹമവർണ്യമരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരൻ തിരുമനസുതൻ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. ആനന്ദ കണ്ണീർ ഞാൻ വീട്ടി ഞാനെന്ന് സ്തുതിക്കും എൻ പരൻ തിരുമനസുതൻ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്ന് സ്തുതിക്കും എൻ പരൻ തിരുമനസുതൻ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്ന് സ്തുതിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം ഓരോ ദിവസവും തന്റെ മക്കളെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ, ദൈവം നമ്മെ സ്നേഹിച്ച വിധങ്ങളെ ഓർത്താൽ, എത്ര പാടിയാലും എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പാട്ടിൽ നമ്മൾ പാടിയതുപോലെ പാപത്തിൻ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്ത ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. പാരിൽ തൻ്റെ സ്നേഹത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ഇന്ന് രാത്രിയിലും നമ്മുടെ ആരാധനയെ വ്യത്യസ്തമാക്കുന്നത്
ഈ ലോകത്തിൽ മറ്റെല്ലാവരും നമ്മെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ ഉപരിയായി, നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമ്മെ ചേർത്ത് പിടിച്ചു. അതാണ് കർത്താവിന്റെ സ്നേഹം നമ്മുടെ പാട്ടുകളിലൂടെ, നമ്മുടെ സ്തുതികളിലൂടെ ഇന്ന് രാത്രിയും ഇവിടെ ഉയരട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കുവാൻ, ആരാധിക്കുവാനിടയായി തീരട്ടെ. അടുത്ത ഗാനം നമുക്ക് വേണ്ടി പ്രിയ ശോശാമാൻഡി ആലപിക്കുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനം മുട്ടം ഗീവർഗീസ് അപ്പച്ചൻ എഴുതിയ അടലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രത്യാശ ഗാനം പ്രിയാൻഡിയോടുകൂടെ ചേർന്ന് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
പ്രൈസ് ഗോഡ്. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രി കർത്താവിനെ ഈ പന്തലിൻ്റെ കീഴിലിരുന്ന് സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഒക്കെ അടിമനുഖത്തിൽ നാശത്തിലേക്ക് പോകാമായിരുന്നു നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ മഹാസ്നേഹത്തിൻ്റെ കരം നീട്ടി നമ്മെ ചേർത്ത് പിടിക്കുവാനും നിത്യരക്ഷയ്ക്ക് അവകാശികളാക്കി തീർക്കുവാനും ഇടയായി തീർന്നല്ലോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലൂസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ. ദൈവം മഹാസ്നേഹം നമ്മോട് കാട്ടി ആ തകർച്ചകളിൽ നിന്നൊക്കെ വലിയ കൃപയാൽ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും ഈ പന്തലിന്റെ കീഴിലായിരിക്കുമ്പോൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് കർത്താവിൻ്റെ സ്നേഹത്തോടുള്ള നന്ദി ഇന്ന് രാത്രിയിലും സ്തുതിയായി, ആരാധനയായി, പാട്ടുകളായി നമ്മുടെ അതരങ്ങളിൽ നിന്ന് ഉയരട്ടെ. അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ നടുവിൽ ഞാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആരാധനയുടെ നടുവിൽ, നമ്മുടെ സ്തുതികളുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. അവന്റെ കൃപയാണ് നമ്മെ ഓരോ ദിവസവും നടത്തുന്നത്. പ്രൈസ് ഗോഡ്. സന്തോഷത്തോടെ കർത്താവിനെ പാടാം. ഒരു തമിഴ് ഗാനം അടുത്തതായി പാടുവാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് പാടി കർത്താവിനെ നമുക്ക് മഹിമപ്പെടുത്താം. മലകൾ വിലകി പോനാലും പർവ്വതങ്ങൾ ഭയർന്നു പോനാലും അവർ കിരുബൈ അവർ ഇറക്കം മാറാതെ എന്തൻ വാഴിലേ. மலைகள் விலகி போனாலும் பர்வதங்கள் பயர்ந்து போனாலும், மலைகள் விலகி போனாலும் பர்வதங்கள் பயர்ந்து போனாலும் அவர் கிருபை அவர் இரக்கம் மாறாது எந்தன் வாழ்விலே. அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே. மலைகள் விலகி போனாலும் பர்வதங்கள் பயந்து போனாலும், மலைகள் விலகி போனாலும் பர்வதங்கள் பயந்து போனாலும் அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே. அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே. விட்டு விலகாத ஆண்டவர், என்னை ஒருபோதும் கைவிடாத சிநேகிதர். என்னை விட்டு விலகாத ஆண்டவர், என்னை ஒருபோதும் கைவிடாத சிநேகிதர். எனக்காக ஜீவன் தந்த ரட்சகர், என் வாழ்வில் என்றும் போதுமானவர். எனக்காக ஜீவன் தந்த ரட்சகர், என் வாழ்வில் என்றும் போதுமானவர். மலைகள் விலகி போனாலும் பர்வதங்கள் அயர்ந்து போனாலும், மலைகள்
விலகி போனாலும் பர்வதங்கள் பயந்து போனாலும் அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே யெகோவா நீசி எந்த ஜெயமானவர் யெகோவா ஷம்மா என்னோடு இருப்பவர் யெகோவா நீசி எந்த ஜெயமானவர் யெகோவா ஷம்மா என்னோடு இருப்பவர் என் வாழ்வில் நம்பிக்கையானவர் என் வாழ்வில் என்றும் போதுமானவர் என் வாழ்வில் நம்பிக்கையானவர் என் வாழ்வில் என்றும் போதுமானவர் மலைகள் விலகி போனாலும் பர்வதங்கள் அயர்ந்து போனாலும் மலைகள் விலகி போனாலும் பர்வதங்கள் அயர்ந்து போனாலும் அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே யெகோவா ராஃபா எந்தன் சுகமானவர் யெகோவா ரூவா எந்தன் மெய்ப்பரானவர் யெகோவா ராஃபா எந்தன் சுகமானவர் யெகோவா ரூவா எந்தன் மெய்ப்பரானவர் வழுவாமல் என்னை என்றும் காப்பவர் என் வாழ்வில் என்றும் போதுமானவர் என்னை என்றும் காப்பவர் என் வாழ்வில் என்றும் போதுமானவர் மலைகள் விலகி போனாலும் பர்வதங்கள் பயந்து போனாலும் மலைகளும் பர்வதங்கள் பயந்து போனாலும் அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே மலைகள் விலகி போனாலும் பர்வதங்கள் அயர்ந்து போனாலும் மலைகள் விலகி போனாலும் பர்வதங்கள் அயர்ந்து போனாலும் அவர் கிருபை அவர் இரக்கம் மாறாது எந்த வாழ்விலே 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 കരങ്ങൾ തട്ടിയെന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര നല്ല ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രിയിലും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. തന്റെ വൻ കൃപയാൽ നമ്മെ ഓരോ ദിവസവും നടത്തുന്ന കർത്താവിന്റെ മഹസ്നേഹത്തെ ഇന്ന് രാത്രിയിലും ഓർക്കുവാൻ, കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ഗോഡ്.
ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. സ്തോത്രം. സുവിശേഷത്തിന്റെ അന്തസത്ത ഈ ദേശത്തോട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിന്റെ ഏക കാരണം, മനുഷ്യന്റെ മരണത്തിനപ്പുറം എല്ലാ മനുഷ്യർക്കും ഒരു നിത്യജീവനുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ദേശത്തും സുവിശേഷം അറിയിക്കുകയും യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പാടുകയും പറയുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്നേഹം ഇന്നും നാളെയുമായി തീരുന്നതല്ല. ഈ ലോകത്തിലെ മനുഷ്യന്റെ വാസത്തിനപ്പുറവും നിത്യതയിലും നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ആത്മാവിനെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ഒരു നല്ല രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കുവാൻ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം പ്രിയ സിസ്റ്റർ നമുക്ക് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോടെ ആ ഗാനത്തിന്റെ വരികൾ ശ്രവിക്കാം. ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം മനുഷ്യന് വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നുണർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ശ്രവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Praise the Lord.
പ്രൈസ് ഗോഡ്. സന്തോഷത്തോടൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എത്ര അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് സകല മാനവും മഹത്വം. 128 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ ഭക്തൻ പറയുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനാണ്. സ്തോത്രം. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് നന്നായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഭാഗ്യവാൻ എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് കർത്താവ് പഠിപ്പിച്ച ചില വചനങ്ങളുണ്ട്. അതിൽ കർത്താവ് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6 അധ്യായം അതിൻ്റെ 19 വാക്യത്തിൽ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പകരം പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പാർക്കുമ്പോഴും നമ്മുടെ പ്രത്യാശ നിത്യതയായിരിക്കണം. സ്തോത്രം. ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ആ നിത്യതയുടെ ദർശനം പ്രാപിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ അർത്ഥം വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുന്നു. ഒരു പുതിയ ഗാനമാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് അയലപ്പാറ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഗാനം. എൻ്റെ നിക്ഷേപം നീ തന്നെയാണ്, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാണ്. ഒരുമിച്ച് പാടി ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. എല്ലാ കരങ്ങളെയും തട്ടി ഒരുമിച്ച് സന്തോഷത്തോടെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കും. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.
കാണുമേ, കണ്ണുകള കാണുമേ എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ വന്ദിതനാഥനേ മാറനാഥ മാറനാഥ. സുന്ദര രൂപനേ വന്ദിതനാഥനേ മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിന്നിയാൽ പോരയേ കാന്തനമെന്നേശുവേ. ആയിരം വാക്കുകൾ മിന്നിയാൽ പോരയേ കാന്തനമെന്നേശുവേ. ദിനത്തോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറനാഥ. ദിനത്തോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്ക തന്നെ കണക്കാക്കി എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അവർ പ്രത്യാശയോടെ കർത്താവിൻ്റെ ദൈവരാജ്യത്തെ നോക്കി സന്തോഷത്തോടെ ഈ ലോകത്തിൽ അവർ ജീവിക്കുവാനിടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രിയിലും നിത്യതയുടെ ദർശനം പ്രാപിച്ച ദൈവമക്കൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കാന്തന്റെ വരവാണ്. സ്തോത്രം. സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവാണ്. ഇന്ന് രാത്രിയിലും നമ്മെ ചേർക്കാൻ കർത്താവ് വരുമെന്ന് പ്രത്യാശയുള്ളവർ അക്കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. മനോഹരമായ ഒരു ഗാനം പ്രിയ ആന്റി നമുക്ക് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോടെ അറിയുന്നവർ കൂടെ പാടുക, ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. Praise the Lord.
പരദേശിയായി ഞാൻ പാർക്കും നീഹേ നാഥ, എപ്പോൾ എൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും നാളെങ്ങോ വന്നിടും. പ്രൈസ് ഗോഡ്. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിലുള്ള സകല നാമങ്ങളെക്കാൾ ഉന്നതമായ നാമമാണ് യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളൊരു 100 ഗാനം പാടിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനെ ഉയർത്തുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അതൊരിക്കലും കൂടുതലായി തീരത്തില്ല. സ്തോത്രം. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നിസ്തുല്യമായ നാമമാണ്. തുല്യം പറയുവാനില്ലാത്ത ഏകനാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് തുല്യം പറയുവാൻ ആരുമില്ല. സ്തോത്രം. നിസ്തുല്യമായ നാമം. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനനത്തിലായാലും ജീവിതത്തിലായാലും കർത്താവായ യേശു ക്രിസ്തു നിസ്തുല്യനായിരുന്നു. യേശു ക്രിസ്തു ജനിച്ചതുപോലെ ഒറ്റ വ്യക്തിയും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചതിന് ഒത്തവണ്ണമാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുവാനിടയായി തീർന്നത്. യേശുക്രിസ്തു ജീവിച്ചതുപോലെ ആരും ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ല. യേശുക്രിസ്തു ജീവിതം കൊണ്ടാണ് പഠിപ്പിച്ചത്. സ്തോത്രം. മാത്രമല്ല, യേശുക്രിസ്തു മരിച്ചതുപോലെ ആരും ഈ ലോകത്തിൽ മരിച്ചിട്ടില്ല. അവൻ മരിക്കുക മാത്രമല്ല ചെയ്തത്, മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ ഇന്ന് രാത്രിയിലും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്തുതിയും ആരാധനയും ഒക്കെ നിസ്തുല്യനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രിയിലും ഉയർത്തുന്നത്. സന്തോഷത്തോടെ ആ കർത്താവിനെ സ്തുതിക്കാം. സന്തോഷത്തോടെ ആ നല്ല കർത്താവിനെ ആരാധിക്കാം. തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്ത് കയറിപ്പോകുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ഗലീല പുരുഷാരത്തോടായി ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. നമ്മെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കൾ, ആ കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മെ ചേർപ്പാൻ യേശു വേഗം വരാറായി. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രത്യാശയുള്ള ഭക്തന്മാർ പാടുവാനിടയായി തീർന്നു. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, അങ്ങെ കാണാൻ ആശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരം ആനന്ദം പ്രഭു. ഈ പാട്ട് അറിയാന്നുള്ളവരെന്ന് കൈവക്കി, കേട്ടിട്ടുള്ളവരെന്ന് കൈവക്കി. ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ഈ പ്രത്യാശയുടെ ഗാനം നമുക്ക് ചേർന്ന് പാടി ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. പ്രൈസ് ഗോഡ്. വന്നിടും എന്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. സ്വർലോക
സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നേ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നേ. ആമേ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ആമേൻ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. ലോകവേൽ ഏറ്റതാ വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. കേദാര്യ കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ആമേൻ കേദാര്യ കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ആമേ എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നേ. ആമേൻ എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നേ. ഓഹോ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ആമേൻ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. പനിനിർപ്പു താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ഷാരോനിലെ പനിനിർപ്പു താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ആമേ കൊടികളെത്തിയ സൈന്യപ്പോ സൂര്യചന്ദ്ര ശോഭമോ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കൊടികളെത്തിയ സൈന്യപ്പോൾ സൂര്യചന്ദ്ര ശോഭപ്പോൾ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നേ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക അങ്ങേ കാണാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ആമേൻ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയച്ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു.
കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്ന് ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്ന് ചേർത്തിടും പ്രിയ. ആമേൻ. അങ്ങേ കാണാൻ ആർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്ത് താമസം. ആമേൻ. അങ്ങേ കാണാൻ ആർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. ചേർത്ത് പാടാം. ആമേൻ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. ആമേൻ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്ന് ചേർത്തിടും പ്രിയ. അങ്ങേ കാണാൻ ആർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്ത് താമസം. ഓഹോ, അങ്ങേ കാണാൻ ആർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. കരകളെ അടിച്ച് ആമേൻ. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭു. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭു. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭു. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരെ എത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭു. പ്രത്യാശയോടെ കരങ്ങളെ അടിച്ച് രാത്രി ഒരുമിച്ച് യേശുവിന് മഹത്വം. ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. തുടർന്ന് ആമേൻ പാസ്റ്ററിന്റെ കൈകളിൽ കൈമാറുകയാണ്. അവർ നല്ല കഴിഞ്ഞ നാളുകൾ നല്ല അഭിഷേകമായുള്ള ഒരു ആരാധന നമുക്ക് തരുവാനിടയായി. അവൻ അതുപോലെ അവൻ സ്തോത്ര ദൈവമക്കൾ എല്ലാവരും സഹകരിച്ച് സ്തോത്രം ശക്തിയോടെ പൂർണ്ണ മനസ്സോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ അവൻ പാസ്റ്ററെ ക്ഷണിക്കുന്നു. അവൻ തുടർന്നുള്ള എല്ലാ കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ മൂന്നാമത്തെ രാത്രിക്കായ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാലം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മൾ കേട്ടു. ഒരുമിച്ച് ആരാധിപ്പാനൊക്കെ ദൈവയുടെ ആക്കി ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയ ദൈവദാസി ഓർത്ത് സ്തോത്രം, പ്രിയ സഹോദരനെ ഓർത്ത് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വചനം ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ട് കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന്. ഹല്ലേലൂയ. ആരിലും ശ്രേഷ്ഠനും ആരാധ്യനും ഉയർന്നവനുമായ സർവശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറയട്ടെ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ആമേൻ കർത്താവായവൻ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവന് ചുറ്റുമായി ദൂതന്മാർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് അവർ പറഞ്ഞു, യഹോവ പരിശുദ്ധൻ. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നിലനിന്നെടുത്ത്
ദൈവത്തിൻ്റെ ദൂതന്മാർക്കും മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ആർത്തുപാടി യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ നാട്ടിൽ ദൈവം ഉള്ളതുകൊണ്ട് ആമേൻ, നമുക്കും ഹൃദയം തുറന്ന് നമ്മുടെ അധരങ്ങൾ തുറന്ന് കർത്താവിന് ആമേൻ പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി യേശുവേ, നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ, യേശുവേ, നിൻ നാമമേ പെരുകണം. ഹല്ലേലൂയ, നിൻ നാമം ഉയരണം, നിൻ മഹിമ ഉയരണം. പാടിടാം, പാടിടും ഹല്ലേലൂയ. കരമേറി പറഞ്ഞ് നിൻ നാമം ഉയരണം, നിൻ നാമം ഉയരണം, നിൻ മഹിമ ഉയരണം. പാടിടാം, പാടിടും ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഗ്ലോറി, നിൻ നാമം ഉയരണം, നിൻ മഹിമ ഉയരണം. പാടിടാം, പാടിടും ഹല്ലേലൂയ. Come on, എല്ലാവരും ചേർന്ന് നിൻ നാമം ഉയരണം, നിൻ മഹിമ ഉയരണം. പാടിടാം, പാടിടും ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ചേർന്ന് ഗ്ലോറി. നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ. പാടിയ യേശുവേ, നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ, നിൻ നാമം ഉയരണം, നിൻ മഹിമ ഉയരണം. പാടിടാം, പാടിടും ഹല്ലേലൂയ. നിൻ നാമം ഉയരണം, നിൻ മഹിമ ഉയരണം.
തൊടുകയില്ല. സിംഹത്തിൻ ഗുഹയിലും തീച്ചൂളമാടുകയിലും നിൻ നാമമുയർത്തിടുമ്പോൾ നഷ്ടങ്ങൾ തൊടുകയില്ല. യേശുവേ നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ. യേശുവേ നിൻ നാമമേ പെരുകണം. ഹല്ലേലൂയ. നിൻ നാമം ഉയർച്ചേണ്ട പാടിയേ. നിൻ നാമം ഉയരണം. നിൻ മഹിമ ഉയരണം. പാടിടാം പാടിടും. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി. നിൻ നാമം ഉയരണം. നിൻ മഹിമ ഉയരണം. പാടിടാം പാടിടും. ഹല്ലേലൂയ. നിൻ നാമം ഉയരണം. നിൻ മഹിമ ഉയരണം. പാടിടാം പാടിടും. ഹല്ലേലൂയ. നിൻ നാമം ഉയരണം. നിൻ മഹിമ ഉയരണം. പാടിടാം പാടിടും. ഹല്ലേലൂയ. യേശുവേ യേശുവേ നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ. യേശുവേ നിൻ നാമമേ പെരുകണം. ഹല്ലേലൂയ. യേശുവേ ചെറുപാടി. യേശുവേ നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ. ഒരിക്കൽ ചെറുപാടി. യേശുവേ യേശുവേ നിൻ നാമമേ പെരുകണം. ഹല്ലേലൂയ. 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ കൊടുങ്കാറ്റടങ്ങും. ചെങ്കടലിൽ വഴി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സിംഹം കുഴിയിൽ അത്ഭുതങ്ങൾ നടക്കും. തീ ചൂളയിൽ വിടുതൽ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ യേശുവിനെ നമ്മൾ ഇവിടെ ഉയർത്തുമ്പോൾ ജീവിതത്തിലെ ഏത് സിംഹഗുഹയ്ക്കകത്തും വിടുതൽ നടക്കും. ജീവിതത്തിൽ ഏത് വലിയ തകർച്ചയ്ക്കകത്തും വിടുതൽ നടക്കും. കാര്യം നാം സേവിക്കുന്ന ദൈവം ആമേൻ മരിച്ച് കല്ലറയിൽ മൺമറഞ്ഞു പോയവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. എത്ര പേര് വിശ്വസിക്കുമെന്ന്? ഹല്ലേലൂയ. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് രക്ഷയുണ്ടെന്ന് തിരുവെടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ കൃപാസനം ആമേൻ ഹല്ലേലൂയ ചർച്ചിലിരിക്കുന്ന ആമേൻ ഈ കൺവെൻഷനിലിരിക്കുന്ന നമ്മൾ ആരൊക്കെ ഇന്ന് ആ നാമത്തെ ഉയർത്തുന്നുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഒരു കുരുടനായ മനുഷ്യൻ വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് അവൻ ഹൃദയത്തിൽ നിലവിളിച്ചു. ആ നിലവിളി ശബ്ദം കേട്ടു, യേശു കേട്ടു. അന്നേ ദിവസം അവന്റെ ജീവിതത്തിന്റെ വിടുതൽ കൊണ്ട് പല വർഷങ്ങൾ കൊണ്ട് ജനിച്ച കാലം മുതൽ കുരുടനായിരുന്നവൻ യേശു എന്ന നാമത്തെ ഉയർത്തിയപ്പോൾ അവന്റെ കുരുട്ട് കണ്ണു തുറന്ന് അവൻ സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് യേശുവേ നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ. Come on, യേശുവേ യേശുവേ നിൻ നാമമേ
യേശുവേ നിൻ നാമമേ ഉയരണം. ഹല്ലേലൂയ. Come on. യേശുവേ നിൻ നാമമേ പെരുകണം. ശബ്ദമുയർത്തി നിൻ നാമം ഉയരണം, നിൻ മഹിമ ഉയരണം. പാടിടും ഹല്ലേലൂയ. നിൻ നാമം ഉയരണം, നിൻ മഹിമ പാടിടും ഹല്ലേലൂയ. യേശു യേശു ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായ. യേശു ആരിലും മതിയായോ. രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് യേശു ആരിലും മതിയായോ. യേശു ആരിലും മതിയോ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കും യേശു ആരിലും മതിയായ? ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന സ്ഥലം വിട്ടൊന്ന് എഴുന്നേറ്റ് ആ കർത്താവിനെ സ്തുതിക്കാൻ പോകും. പറ, എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ടെന്ന് പറ. ഹാൻഡ് ഓഫ് ഗോഡ് എമ്മേലെ എൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ട്. എത്ര പേര് വിശ്വസിക്കാം? ദൈവത്തിൻ്റെ കരം ആരുടെയൊക്കെ മേലുണ്ടോ അവിടെ ചരിത്രങ്ങളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ഇന്ന് വേദിയിൽ ഇരിക്കുന്ന അഭിഷക്തന്മാരും ദൈവദാസന്മാരും ദൈവദാസിമാരും അവരൊന്നും സ്വയത്തിൽ നിന്ന് വന്നവരല്ല. ആമേൻ. ഞങ്ങളൊക്കെ ഒരു കാലത്ത് വട്ടപൂജ്യമായിരുന്നവരാ. പക്ഷെ ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥിതിയെ മാറ്റി. പാടാൻ അറിഞ്ഞുകൂടാത്തവർ പാടാൻ തുടങ്ങി, പ്രസംഗിക്കാൻ അറിയാത്തവൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ അത് അതിശയത്തോടെ നോക്കിയിരുന്നവന്റെ കരങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കരം ഒരുവന്റെ മേൽ വീണപ്പോൾ ഒരു സാധാരണക്കാരനായ എസ്ര, അവന്റെ മേൽ ദൈവത്തിന്റെ കരം വന്നപ്പോൾ അവനൊരു പുരോഹിതനായി മാറി. ഹല്ലേലൂയ. ഒരു അനാഥയായ സ്ത്രീയുടെ മേൽ ദൈവത്തിന്റെ കരം വന്നു. എസ്തർ അവൾ രാജ്ഞിയായി മാറി. ആ ദൈവത്തിന്റെ കരം ഇന്നും നമ്മുടെ നടുവിലുണ്ട്. അത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കരം, മനം നുറുങ്ങിയവരെ സൗഖ്യമാക്കിയ കരം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കുക. കരം ഉയർത്തുക, ആ കരം ഉയർത്തിക്കുക. Glory. Oh Jesus, Jesus. ആ കരം ഉയർത്തുക. Oh hand of God, amen. நான் கேட்டதெல்லாம் வெற்றி கொள்வேன். I'm the hand of God, amen. நான் கேட்டதெல்லாம் வெற்றி கொள்வேன். எஸ்ரா நான், நெகமியா நான், எமேலே கர்த்தன் கரம். എസ്തർ ഞാൻ, ദെബോറ ഞാൻ, യമേലെ. അത് കൊടുക്കും കരം, വഴി നടത്തും കരം,
കാക്കും കരം വിളകാത്ത കരം, കൊടുക്കും കരം വലി നടത്തും കരം, കാക്കും കരം വിള. ഇതൊരു പഴയ ബെർഗമൻസ് അയ്യയുടെ പാട്ടാണ്. സോ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഈ പാട്ടിൻ്റെ ലൈഫിനകത്ത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ബെർഗമൻസിന് അറിയാവോ? തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയ ഒരു അഭിഷക്തനാണ്. ആയിരക്കണക്കിന് ഗാനങ്ങൾ എഴുതിയ ദൈവദാസൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ജപത്തോട്ടം, ജപത്തോട്ടം ഗാനങ്ങൾ, ജപത്തോട്ടം ജയഗീതങ്ങൾ, വളരെ ബ്ലെസ്ഡ് ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ആമേൻ. അതൊരു ഗാനമാണ് ഹാൻഡ് ഓഫ് ഗോഡ് മേലെ. ഈ പാട്ട് എനിക്കറിയാം, അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, പക്ഷേ ഈ കരമടിക്കാൻ അറിയാം. ഇതിനകത്ത് കിടക്കുന്ന വചനങ്ങളെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അത് കേട്ട് നിങ്ങൾ കരമടിച്ച് കർത്താവിന് സ്തോത്രം പറയുക. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് എല്ലാവരും കരമടിച്ച് நான் கேட்டதெல்லாம் வெற்றி கொள்வேன். அந்த ஹேண்ட் ஆஃப் லவ் மேலே நான் கேட்டதெல்லாம் வெற்றி கொள்வேன். எஸ்ரா நான் நெகமியா நான் எமேலே கர்த்தன் கரம். எஸ்தர் நான் தெபோரா நான் எமேலே கர்த்தன் கரம். கொடுக்கும் கரம் வழி மடக்கும் கரம், கரம் விலகாத கரம், கொடுக்கும் கரம் வழி நடக்கும் கரம், காக்கும் கரம். அந்த hand of God மேலே நான் கேட்டதெல்லாம் வெற்றி கொள்வேன். அந்த hand of God மேலே நான் கேட்டதெல்லாம் வெற்றி கொள்வேன். மனம் ചൊട്ടു സുഖം തന്ന കരം, ചൊട്ടു സുഖം തന്ന കരം. നിമിരകുട ഭൂമിയാണ്ടി നിമിരസയ നേസകരം. നിമിരകുട ഭൂമിയാണ്ടി നിമിരസയ നേസകരം. കൊടുക്കും കരം വഴി നടക്കും കരം, കാക്കും കരം വിലകാത കരം, കൊടുക്കും കരം വഴി നടക്കും കരം, കാക്കും കരം വിലകാത കരം. அந்த hand of God மேலே நான் கேட்டதெல்லாம் வெற்றி கொள்வேன். அந்த hand of God மேலே நான் கேட்டதெல்லாம் வெற்றி கொள்வேன். எஸ்ரா நான் நெகமியா நான் எமேலே கர்த்தன் கரம். எஸ்தர் நான் தெபோரா நான் எமேலே கர்த்தன் கரம். எஸ்ரா நான் நெகமியா நான் எமேலே கர்த்தன் கரம். எஸ்தர் நான் தெபோரா நான் எமேலே கர்த்தன் கரம். கொடுக்கும் கரம் வழி நடக்கும் கரம்,
Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ ദൈവത്തിന്റെ കരം നമ്മുടെ മേലുണ്ട്. ആ കരം നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എല്ലാ കരങ്ങളുടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. യേശു മരണത്തെ ജയിച്ചവൻ, പാതാളങ്ങളെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ ജയിച്ചവൻ. Amen. Hallelujah. യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ ഗ്ലോറി എല്ലാത്തിനും പറഞ്ഞു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിനെല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഒരിക്കൽ കൂടി കർത്താവിനെ മമ്മിയോടെ ഗ്ലോറി.
സ്വീകരിപ്പാൻ നിങ്ങളുണർന്നിരിക്കും കരങ്ങളെ യേശുവേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ ഗീതം പാടുവിൻ സോദരരേ നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രം ഒരിക്കൽ കൂടി glory hallelujah 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 മഹത്വവും ജ്ഞാനവും സ്തോത്രം ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും യേശുവിനെ ആരാധിക്കും
are glory, Lord. Thank you, Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നത്, രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവെ. ഇത്രത്തോളം ഞങ്ങളുടെ ആരാധനകൾ ദൈവം ആമേൻ ഹല്ലേലൂയ വെളിപ്പെട്ടുകൊണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന്റെ അത്ഭുതമായ കരം ആമേൻ ഹല്ലേലൂയ ഈ ഗ്രൗണ്ടിൽ ആമേൻ നീട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ആമേൻ കർത്താവാം ദൈവം നമ്മെ ബലഹീനതകളിൽ നിന്ന് ആമേൻ ശാപങ്ങളിൽ നിന്ന് ഹല്ലേലൂയ കഷ്ടതകളിൽ നിന്ന് ആമേൻ ദൈവം ഇന്നുള്ള ആരാധന മുഖാന്തരം ആമേൻ നമ്മെ ദൈവം ബലപ്പെടുത്തിയതിനായി എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പാസ്റ്റർ CK സുരേന്ദ്രൻ അവർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.